ാണ് ബ്രോ സോറി പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ സോറി പറഞ്ഞത്. മനസ്സിലായില്ല, അതാലോ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാലോ, മിന്നാത്ത ലൈവ് ഇപ്പൊ ഈകൾ സോറി പറയുന്നുണ്ടല്ലോ, അത് സോറി പറയുന്നതിൽ എന്താ അതിന്റെ അർത്ഥം? അത് സോറി പറയാം, അത് മിസ്റ്റേക്ക് ആണോ? അതപ്പം മിസ്റ്റേക്ക് ആയോ? അത് മിസ്റ്റേക്ക്, ഇതൊന്നും മിസ്റ്റേക്ക് അല്ല, അങ്ങനെയാണോ പറഞ്ഞു വരുന്നത്? അത് മിസ്റ്റേക്ക്. ഇതൊന്നും തൊപ്പീനെ നല്ല രീതിയിൽ അവരാധിച്ചിട്ടുണ്ടല്ലോ, നൂഡിൽസ് വാരിയിട്ടു മറ്റേത് വാരിയിട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞതൊക്കെ ഇതാണ്, ഈ പറഞ്ഞതൊക്കെ അറിയാതെ പറ്റിപ്പോന്നാണ്. ഇതൊക്കെ അറിയാതെ, അതായത് ഒരാളെ പേരെടുത്തിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ എടുത്തിട്ട് വാച്ചിങ് എടുത്തിട്ട് നിങ്ങളൊന്ന് ആലോചിക്കണം, എന്തുമാത്രം ഇതുണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്കണം. എന്തുമാത്രം ഫ്രസ്ട്രേഷൻ ഇല്ലാണ്ടാണ് ഇങ്ങനത്തെ വർത്താനങ്ങൾ പറയുക. ഒരാൾ ലൈവിൽ വന്നിരുന്നിട്ട് ചാറ്റ് ട്രിഗർ ആക്കി എന്നാണ് പറയുന്നത്. ചാറ്റ് ട്രിഗർ ആക്കി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഉള്ളിലില്ലാത്തൊരു സാധനം ചാറ്റ് ട്രിഗർ ആക്കുമ്പോൾ സ്വന്തമായിട്ട് അങ്ങ് പൊട്ടി മുളക്കുവോ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഇല്ലാത്തൊരു സാധനം, ഇല്ലാത്തൊരു സിനാരിയോ, ഇല്ലാത്തൊരു സിറ്റുവേഷൻ ചാറ്റ് ട്രിഗർ ആക്കി പോലും ഏതോ ഒരുത്തൻ അവിടെ പോയിട്ട് പറഞ്ഞു പോലും അത് MRCന്റെ ആളാന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഈ കൺവേർട്ടിങ് ഊമ്പിക്കോ, അതിൽ വേറെ തെറ്റൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. അത് ഓവർ ഊമ്പാൻ വേണ്ടി വരരുത്. ഞാൻ കാര്യം പറഞ്ഞുതരാം. ഈ പറഞ്ഞ പോലെ ഈ സിറ്റുവേഷൻ ഞാൻ അറിയില്ല, ഞാൻ സോറി പറഞ്ഞു, അതും വിത്തിൻ സെക്കൻഡ്സ് ഞാൻ സോറി പറഞ്ഞല്ലോ. അപ്പൊ പിന്നെന്താ? അപ്പൊ പിന്നെ ഒരാളെ കയറി ഇരുന്ന് ലൈവിൽ വന്ന് അപരാധിച്ചിട്ട് MRCന്റെ എന്താ പറയാ ലീഡറിനെയും, ഓക്കെ അത് വിട്, എൻ്റെ കാര്യം വിട്ടേക്ക്, തൊപ്പീനെയും കയറി അപരാധിച്ചിട്ട് ഉള്ള ബായി തോന്നുന്ന എല്ലാ സംഭവങ്ങളും, അതായത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അതായത് ഓരോ ചെറിയ ഡീറ്റെയിൽസ്, ഈ ചെറിയ ഡീറ്റെയിൽസ് ഒരിക്കലും ഒരു നോർമൽ വ്യൂവറിന് പോലും അറിയാത്ത കുറച്ച്, അതായത് ഒരു ഹാർഡ് കോർ ഫാനിന് പോലും അറിയാത്ത കുറച്ച് കാര്യങ്ങളാണ് എടുത്തിട്ടത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിൽ എന്തുമാത്രം ഇൻട്രസ്റ്റഡ് ആണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ, ആലോചിച്ച് നോക്കിയിട്ട്. അതായത് അവിടെ നടക്കുന്ന ഓരോ ചെറിയ അനക്കം, ചെറിയ കാര്യങ്ങൾ പോലും സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് അതിനെക്കുറിച്ച് കുറ്റം പറയാൻ വേണ്ടി അത്രയും മൈൻഡിൽ ഈ സാധനങ്ങൾ ഇല്ലാണ്ട് ഒരാൾ വന്ന് ഇങ്ങനെ ചുമ്മാ ചാറ്റ് ട്രിഗർ ആക്കിന്നോ. ഇത് ആരെ ഈ പൊട്ടനാക്കുന്നത്? ചാറ്റ് ട്രിഗർ ആക്കിന്നോട്ട് ആരെ ഈ പൊട്ടനാക്കുന്നത്? നമുക്ക് മനസ്സിലാകുന്നില്ല. ആരെ ഈ പൊട്ടനാക്കുന്നത്? ചാറ്റ് ട്രിഗർ ആക്കിന്ന് വിചാരിച്ചിട്ട് കണ്ട അപരാധങ്ങൾ മൊത്തം വിളമ്പലാണോ? ഇത് ഒരു മാന്യമായിട്ട് 6 വർഷം സ്ട്രീം ചെയ്യുന്ന, ഗെയിമിംഗ് മാത്രം സ്ട്രീം ചെയ്യുന്ന, ഇത്ര വാച്ചിങ് കയറ്റുന്ന ആളാണ് ഇത് പറയുന്നത്. ഈകൾ പറയുകയാണ്, ഇത്രമാത്രം വാച്ചിങ് കയറ്റുന്നുണ്ട്, ഇത്രമാത്രം സ്ട്രീം ചെയ്തുണ്ട്, ഇത്രമാത്രം സംഭവം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെന്ന് ബായിന്ന് വരേണ്ട കാര്യമാണ് ഇത്. ഞാൻ വന്നിട്ട് 2 മാസമല്ലേ ആയിട്ടുള്ളൂ. ഈകളെ നീ തന്നെ ഇപ്പം പറഞ്ഞു ഞാൻ വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. 6 കൊല്ലായി ആണോ? 6 കൊല്ലായി. നിങ്ങൾ അപ്പുറം മ്യൂച്വൽ റെസ്പെക്ട് കൊടുത്ത് പോകേണ്ട ആൾക്കാരാ ആണോ? ആണ്. എന്നിട്ട് ഇങ്ങനെ വന്ന് ലൈവിൽ വന്ന് അവരാധിച്ചിട്ട് അയ്യോ ഞാൻ അത് ചാറ്റ് ട്രിഗർ ആക്കി, അത് ഞാൻ കണ്ടില്ലായിരുന്നു, അത് ഞങ്ങൾക്ക് അറിയാണ്ട് പറ്റിപ്പോയതായിരുന്നു. നാണമില്ല. പറഞ്ഞില്ലേ തിരിച്ച് ഞാനായിരുന്നെങ്കിലോടാ ഞാൻ